ഈ വീഡിയോ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ആദ്യത്തെ അപ്ലോഡിൽ യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് വന്നു. അത് എന്തിനാണെന്ന് ഒരു ഐഡിയ ഇല്ല. മേ ബി ബാക്ക്ഗ്രൗണ്ടിൽ കരോക്കെ വെച്ച് പാട്ട് പാടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. അത്യാവശ്യം നല്ല ഗായകന്മാരായതുകൊണ്ടായിരിക്കാം യൂട്യൂബ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുക. എങ്കിലും നമ്മൾ വീണ്ടും ഒരു ടെൻ്റ് അടിച്ചിട്ട് പിന്നെ ഇന്നത്തെ ദിവസം അടിപൊളിയാക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൽബ ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, മുട്ട ഓംപ്ലേറ്റും പരിപാടിയൊക്കെ ഉണ്ടാക്കി, ചെറിയൊരു സുലൈമാനൊക്കെ അടിച്ച് കരോക്കെ ഇട്ട് പാട്ടൊക്കെ പാടി ചില്ലാക്കുകയാണ്. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത് ബീച്ചിൻ്റെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് തന്നെ തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ 3 ടെൻ്റായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ടെൻ്റ് കുറച്ച് ഡാമേജാണ്, എങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണെന്നറിയില്ല. പിന്നെ കുക്കിങ്ങിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2 സ്റ്റൗ ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ്, പിന്നെ ഒരു ട്രേ മുട്ട, ബ്രെഡ്. അങ്ങനെ വിശന്ന് കഴിഞ്ഞാൽ എവിടെയും ഓടേണ്ടതില്ല, ഇവിടെ തന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ലൈറ്റിൻ്റെ കുറവുണ്ട്. നെക്സ്റ്റ് ക്യാമ്പിങ്ങിന് നമ്മൾ ആ ലൈറ്റും ശരിയാക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഫുഡ് അടിക്കണം, കിടക്കണം. പിറ്റേന്ന് രാവിലെ കൽബ മാർക്കറ്റിൽ കണ്ടൊരു ദൃശ്യമാണ് കേട്ടോ. റോഡ് സൈഡിൽ പോകുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അവിടെ കണ്ട കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. നിങ്ങൾ അങ്ങനെ വണ്ടി വെച്ച് നടക്കേ വണ്ടിയുള്ള വലിയ പറമ്പാന്ന് തോന്നുന്നു. അങ്ങനെ മോഡലാക്കിട്ട് ഇത് ചെറിയൊരു ഫാം ആൻഡ് റിസോർട്ട് ടൈപ്പ് ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു ഫാമിലിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്ന് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു ഏരിയ ആണ്.